അശ്വതി, എന്താ തനിച്ചിങ്ങനെ ആലോചിക്കുന്നേ? അച്ഛനെയും അമ്മയും പിരിഞ്ഞുള്ള വിഷമാവല്ലേ? വിഷമിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. പണ്ട് മുതലേ കുഞ്ഞമ്മാവന് ശ്രീധരൻ എന്ന് വെച്ചാ വലിയ ഇഷ്ടാ, വലിയ വിശ്വാസാ. അല്ല, എനിക്ക് അങ്ങോട്ടും അങ്ങനെ തന്നെയാണേ. എന്റെ കാര്യങ്ങളൊന്നും അശ്വതിക്ക് അറിയില്ലല്ലോ. ഞാനിപ്പോ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടാ. പെട്രോൾ എങ്ങിന്റെ പണിയില് ഈ ശ്രീധരനെ തോൽപ്പിക്കാൻ ഈ ടൗണിൽ തൽക്കാലം ആരുമില്ല. എന്നെ വർക്ക്ഷോപ്പിൽ ഭയങ്കര ഫേമസാ. TVS വരെ കൈയൊഴിയുന്ന വണ്ടികള് അവസാനം എന്റെ അടുത്ത് എവിടെയാ? ഇവിടെ അച്ഛനും അമ്മയൊക്കെ കുറച്ച് പഴമക്കാരാ. പ്രായമായില്ലേ. നമ്മളെപ്പോലുള്ള പരിഷ്കാരമൊന്നും അവർക്ക് അറിയില്ലല്ലോ. എന്നാലും സ്നേഹമുള്ളവരാണ് കേട്ടോ. അപ്പോ ഞാൻ വർക്ക്ഷോപ്പിലേക്ക് പോട്ടെ. അശ്വതിക്ക് എന്തെങ്കിലും വാങ്ങിക്കാണ്ടേ പറയും. ഒട്ടും മടിയായിരിക്കണ്ട. പറഞ്ഞോളൂന്നേ, എന്താവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞോളൂ. തൽക്കാലം ഒരു ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഇഷ്ടമുള്ളത് പറഞ്ഞോളൂ. ഈ ശ്രീധരോട്ടിനോട് പറയാൻ അശ്വതി മടിക്കണ്ട. എനിക്കൊരു ആന വേണം. ഒരാന, പിന്നെ സ്വന്തമായിട്ട് ഓടിച്ചു പോകാൻ ഒരു പ്ലെയിൻ, സംസാരിച്ച് ബോറടിപ്പിക്കുന്നവരെ കൊല്ലാൻ ഒരു കൈത്തോക്ക്. എടാ, നീ ഇവിടെ എന്തെടുക്കുക? ഞാൻ അശ്വതിയെ കുറിച്ച് ഉപദേശിക്കാൻ കുഞ്ഞമ്മാവൻ എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നേ. ഉപദേശിക്കാനോ? നീയോ? അല്ല, അമ്മ എങ്ങോട്ടാ? അല്ല, അവൾ അവിടെ എന്ത് ചെയ്യാൻ നോക്കട്ടെ. അവൾ അവിടെ ഒന്നും ചെയ്യുന്നില്ല. അമ്മ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. അച്ഛനും അമ്മയും പോയ വിഷമത്തിലിരിക്കാനേ. നമ്മളത് മനസ്സിലാക്കണ്ടേ? കുറച്ചു നേരം ഒറ്റയ്ക്കിരുന്ന ഒരു ആശ്വാസം കിട്ടും. എന്നാലേ ഞാൻ അവളൊന്ന് ആശ്വസിക്കും. അല്ല, അമ്മയൊന്നേ, അമ്മയൊന്നേ, ഞാൻ പറയുന്നേ. എന്റെ കൈ ഇവിടെ. അമ്മ പോയിട്ട് കാപ്പി എടുത്ത് വെച്ചു. എനിക്ക് വർക്ക്ഷോപ്പിൽ 100 വട്ടം കാര്യങ്ങളുള്ളതാണെന്നേ. വർക്ക്ഷോപ്പിലോ? കുഞ്ഞുനാരായണൻ ചാവിന് കാത്തു വയ്ക്കും. എന്തിന്? പുതുക്കോട്ട് പെണ്ണ് കാണാൻ പോകുന്ന കാര്യം നീ മറന്നുപോയോ? ഞാനങ്ങും പോകുന്നില്ല. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. എന്നുവെച്ചാ? അത് എനിക്ക് ആ പെണ്ണിനെ വേണ്ടമ്മേ. എടാ, ആ പെണ്ണ് ഗ്രാജുവേറ്റാ. ഓ, പിന്നെ ഒരു ഗ്രാജുവേറ്റ്. അമ്മ കാപ്പി എടുത്ത് പോകുന്നുണ്ട്. എനിക്ക് പോണം.